സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും എന്നതാണ് വാർത്ത. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത്. കണ്ണൂരും വയനാടും പാലക്കാടും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. ദീപക് മോഹൻ വയനാട്ടിൽ നിന്നും, അർജുൻ കല്യാൺ കണ്ണൂരിൽ നിന്നും, അലി അക്ബർ ഷാ കൊച്ചിയിൽ നിന്നും, റിനു സീധ തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം തത്സമയം വിവരങ്ങളുമായി ചേരുന്നു. എല്ലാ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർക്കും വെരി ഗുഡ് മോർണിംഗ്. ആദ്യം ഞാൻ കൊടയുള്ളയാളിലേക്ക് പോകാം. ആകെ കൊട പിടിച്ച് നിൽക്കുന്നത് ഈ കൂട്ടത്തിൽ ദീപക് മോഹൻ മാത്രമാണ്. വയനാട്ടിലാണ് മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുൻ കല്യാട് കണ്ണൂരിലെ മഴ അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നു. റിനു നിൽക്കുന്ന സ്ഥലത്ത് താരതമ്യേന തെളിഞ്ഞ അന്തരീക്ഷമാണ്. തിരുവനന്തപുരത്ത്, കൊച്ചിയിലും വലിയ കാലാവസ്ഥ പ്രതികൂലമല്ല, മൂടി നിൽക്കുന്ന മാനമില്ല. വയനാട്ടിൽ എന്താണ് കാര്യമെന്ന് നമുക്ക് ആദ്യം അന്വേഷിച്ച് വരാം. ദീപക്, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വയനാട്ടിൽ ഇന്നലെ ഒട്ടേറെ ആദിവാസി തുരുത്തുകളൊക്കെ ഒറ്റപ്പെട്ടു പോയിരുന്നു. കളക്ടർ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചു. ദീപകിനോട് ചോദിക്കണം ഏതൊക്കെ ആദിവാസി തുരുത്തുകളാണ് ഒറ്റപ്പെട്ടു പോയത്, കളക്ടർ ഇടപെടുന്നു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് വയനാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ? മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രിയിലും തുടർച്ചയായ മഴയായിരുന്നു. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ കനത്ത മഴയായിരുന്നെങ്കിലും വൈകുന്നേരം മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും വയനാട്ടിലെ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. റോഡുകൾ, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ, പാലങ്ങൾ തുടങ്ങി മിക്കയിടങ്ങളും വെള്ളത്തിനടിയിൽ തന്നെയാണ്. ഇന്നലെ രാത്രി മുത്തങ്ങ ദേശീയപാതയിൽ മുത്തങ്ങ വനമേഖലയ്ക്ക് അടുത്ത് കലൂർപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് റോഡിൽ വെള്ളം കയറി നിരവധി വാഹനങ്ങൾ രാത്രി കുടുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഏകദേശം 400ഓളം യാത്രക്കാർ ഇന്നലെ രാത്രി ഈ വനമേഖലയിൽ കുടുങ്ങി. പിന്നീട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അഗ്നിശമന സേന ഇവിടെ എത്തിയാണ് ഇവരെ പുറത്തെത്തിച്ചത്. മാത്രമല്ല, ഈ രാത്രി 1 മണി മുതൽ പുലർച്ചെ 3 മണി വരെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കാനായത്. വയനാട്ടിൽ പ്രധാനമായും പൂതാടി, കണിയാമ്പറ്റ, കോട്ടത്തറ പഞ്ചായത്തുകളിലുള്ള പുഴകൾ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. മിക്കയിടങ്ങളിലും ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. പുഴകളിലെ നീരൊഴുക്കിലും ശക്തിയായി തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പനമരം ചെറുപുഴ എന്ന് പറയുന്ന ഈ പ്രദേശത്താണ്. ഇവിടെ റോഡിൽ ഇപ്പോൾ വെള്ളം കയറിയതിനെ തുടർന്ന് വാഹന ഗതാഗതം സുഗമമായി നടക്കുന്നില്ല. ഇന്നലെ രാത്രി ഇവിടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ആ സമയത്ത് ഈ റോഡ് ഗതാഗതം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് രാവിലെയോടുകൂടിയാണ് നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ അല്പമെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയുള്ളത്. ഇപ്പോൾ വയനാട് ജില്ലയിൽ 26 ക്യാമ്പുകളിലായി 300-ലധികം കുടുംബങ്ങളുടെ 1004ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കുന്നുണ്ട്. വയനാട്ടിലെ മാനന്തവാടി ടൗണിലെ താഴെയങ്ങാടി, വള്ളിയൂർക്കാവ് തുടങ്ങിയ ഭാഗങ്ങളിലും, അതുപോലെ തന്നെ ബത്തേരിയുടെ മുത്തങ്ങ, നൂൽപ്പുഴ മേഖലകളിലും നിരവിൽപ്പുഴ പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഭാഗത്ത് ആളുകളോട് ജാഗ്രത പുലർത്താനായി ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വയനാട്ടിൽ ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ മിക്കയിടങ്ങളിലും ഇടവിട്ട മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത് വെള്ളപ്പൊക്കത്തിന് കാരണമാകും. പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് വലിയ രീതിയിൽ വെള്ളം ഇരച്ചു വരുന്നൊരു അവസ്ഥയില്ല. മാത്രമല്ല, ഉൾക്കാട്ടിലൊക്കെ മഴ ശക്തമായി പെയ്യുകയും ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും അരുൺകുമാർ. കാരണം ഇന്നലെ വൈകിട്ട് വരെ മഴ ശക്തമായി പെയ്തതിനെ തുടർന്ന് മിക്കയിടങ്ങളും വെള്ളത്തിനടിയിലായി. ഒരു മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ ഈ ഭാഗത്ത് വലിയ പ്രളയത്തിന് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. എന്നാൽ ഇടവിട്ട് മഴ പെയ്യുന്നത് വലിയ ഒരു ആശ്വാസം നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോട്ടത്തറ, അതുപോലെ തന്നെ മാനന്തവാടി, വൈത്തിരി താലൂക്കുകളിലെ താഴ്ന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ ആദിവാസി നഗരങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. മഴ ഇടവിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയൊരു ആശ്വാസം തന്നെയുണ്ട്. ഏതായാലും ഇന്ന് കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുഴകളിലും ജലാശയങ്ങളിലും ഇപ്പോൾ പുറത്തു വരുന്നത്. മാനം മൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നു എന്നൊരു ആശ്വാസം തന്നെയാണ്. അതുകൊണ്ടാണ് വയനാട്ടിൽ ഈ മഴ കൂടി വന്നപ്പോൾ തണുപ്പ് കൂടുതലാണോ ദീപകെ? തീർച്ചയായും. കാരണം ഈ പെയ്ത്ത് വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഇന്നലെ ലൈവിലൊക്കെ നിൽക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. മാത്രമല്ല, ഈ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന വെള്ളം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അസഹനീയമായ തണുപ്പുള്ള വെള്ളമാണ്. പിന്നെ വയനാട്ടിൽ മിക്കയിടങ്ങളിലും ഇപ്പോൾ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് കൃഷിയിടങ്ങൾ, പ്രധാനമായും നെൽകൃഷിയും അതുപോലെ തന്നെ വാഴക്കൃഷിയും എല്ലാം ഉള്ള സ്ഥലമാണ്. ഇതെല്ലാം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. എന്തായാലും ഇത്തവണ പ്രളയം വരില്ല എന്നൊരു വിശ്വാസത്തിലാണ് വയനാട്ടുകാരുള്ളത്. കാരണം കഴിഞ്ഞ 2018 സമാനമായ രീതിയിലുള്ള മഴ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. പ്രധാനമായും വൈത്തിരി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പുൽപ്പള്ളി, കൊളവള്ളിയിലാണ് മഴ ഏറ്റവും കുറവ് ലഭിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇന്ന് മഴ ഓറഞ്ച് അലർട്ട് വിശ്വാസത്തിൽ തന്നെയാണ്
മഴ വീണ്ടും പെയ്തു തുടങ്ങി അരുൺകുമാർ. ഇപ്പോൾ നമ്മൾ ലൈവ് ആരംഭിച്ച സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ വീണ്ടും വീണ്ടും മഴ വളരെ ശക്തിയോടുകൂടി പെയ്യും. ദീപക് തുടരുക. ഞാനൊന്ന് കണ്ണൂരേക്ക് പോയി വരാം. കണ്ണൂരിൽ അർജുൻ കല്യാട് കാത്തിരിക്കുന്നു. അർജുൻ കല്യാട്, കണ്ണൂർ എന്തുകൊണ്ട് വിശേഷങ്ങൾ? മഴ എങ്ങനെ മാറി നിൽക്കുന്നു? രാത്രിയിൽ എങ്ങനെ മഴ ഉണ്ടായിരുന്നോ? ഇടവിട്ട മഴയാണ്. ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? കെടുതികൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അരുൺകുമാർ, അതായത് കണ്ണൂരിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ തോതിലുള്ള മഴയുണ്ടായിരുന്നു. എന്നാൽ പുലർച്ചയോടുകൂടി അല്പം ആശ്വാസമാണ്, നേരിയ ശമനം മഴയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കുടയെടുത്താലും ഇല്ലെങ്കിലും മഴ പെയ്യേണ്ട സമയത്ത് പെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും മഴയ്ക്ക് നേരിയ തോതിലൊരു ശമനമുണ്ട്. പക്ഷേ ഇതിൻ്റെ കെടുതികൾ, മഴയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കെടുതികളിലൊന്നും തന്നെ കുറവുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇരിക്കൂർ, അതുപോലെ തന്നെ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തൊക്കെ മണ്ണിടിഞ്ഞ് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ വെള്ളക്കെട്ട്, ഇന്നലെ രാവിലെ മുതൽ തന്നെ പല മേഖലകളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം ഇപ്പോഴും അതേ നിലയിൽ തന്നെ നിൽക്കുകയാണ്. പ്രധാനമായും ഈ വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണൂരിൻ്റെ പല മേഖലകളിലും ഇതിൻ്റെ കൈവഴികൾ, അതുപോലെ തന്നെ തോടുകളെല്ലാം തന്നെ വെള്ളം നിറയുന്നത്. ഈ വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതാണ് ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ജലനിരപ്പ് തുടരുകയാണ്. അല്പം നേരിയ ഒരു ഇറക്കം വെള്ളത്തിനുണ്ട് എങ്കിൽ കൂടി ഒരു പെട്ടെന്നുള്ള ഇറക്കിപ്പോക്ക് ആ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇല്ല. എന്തായാലും കണ്ണൂർ ജില്ലയിൽ ഒരു 4ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തളിപ്പറമ്പ് റോഡാണ്. ഇരിട്ടി തളിപ്പറമ്പ് റോഡിലാണ് ഇന്നലെ മണ്ണിടിഞ്ഞ് വീണത് അല്ലേ? അതെ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയാണ് പ്രധാനപ്പെട്ട തന്നെ, അതായത് ചരക്ക് ഗതാഗതം ഉൾപ്പെടെ കർണാടക മാക്കൂട്ടം ചുരം ഇറങ്ങിയൊക്കെ പ്രധാനമായും തളിപ്പറമ്പ്, അതുപോലെ തന്നെ പയ്യന്നൂർ മേഖലയിലൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ് ഈ പറയുന്ന ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാത. ആ സംസ്ഥാന പാതയിൽ ഇരിക്കൂർ പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത്. ആർക്കും രാത്രി ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ, വാഹനങ്ങളൊക്കെ എല്ലാ സമയവും പോകുന്നതാണ്. രാത്രിയാണ്, രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. മഴയായതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ അതുവഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അപകടങ്ങളില്ലാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കുന്നത്. എന്തായാലും അതിന് തൊട്ട് അടുത്തുള്ള പെട്രോൾ പമ്പിന് ചേർന്നുള്ള ഭാഗത്ത് വർഷങ്ങൾക്ക് മുമ്പ് തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് കക്കാടാണ്. കക്കാട് ഇന്നലെ പെയ്ത മഴയിൽ ശക്തമായ തോതിൽ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ വെള്ളം നിലനിൽക്കുകയാണ്, ഒട്ടും താഴേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ചെറിയ തോതിലൊരു ഇറക്കമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് അവർ ഇത് എല്ലാ വർഷവും കാണുന്നത് കൊണ്ട് തന്നെ, പലപ്പോഴായി കാണുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതിനകത്ത് വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ടൊക്കെ മനസ്സിലായി. നമുക്ക് ഒരു ചെറിയൊരു ഇല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒഴുകിപ്പോകുന്നൊരു വസ്തു, പൊങ്ങിക്കിടക്കുന്നൊരു വസ്തു ഇതിന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നത്, സാധാരണ പുഴയും തോടും ഒക്കെ ഒഴുകുന്ന ദിശയിലേക്ക് ഒഴുകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് വെള്ളം ഇറങ്ങുന്നു എന്നുള്ളതാണ് നാട്ടുകാരിൽ പലരും ഈ വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. അപ്പോൾ അത് രാവിലെ തന്നെ വന്ന ഒരു ചേട്ടൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. ഇവിടെ നിന്നുള്ളൊരു ഇലയെടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ടു, വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു, അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. അപ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു പ്രകടമായിട്ടുള്ളൊരു ഉദാഹരണം അതാണ് എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മൾ രാവിലെ തന്നെ പരിചയപ്പെടുത്തിയത് അതാണ്. എന്തായാലും കണ്ണൂരിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ ഈ കെടുതികളിലൊന്നും തന്നെ വലിയ തോതിലുള്ള കുറവുകളില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വെള്ളക്കെട്ടാണോ അത്? പറമ്പിലാണോ വെള്ളം കയറി കിടക്കുന്നത്? അങ്ങ് ഏറ്റവും വരെ നടന്നു പോകാൻ പറ്റുമായിരുന്നോ സാധാരണ രീതിയിൽ? അല്ലല്ല, ഇതൊരു പറമ്പല്ല. അതായത് ഇവിടെ അമൃത വിദ്യാലയ എന്ന് പറഞ്ഞൊരു CBSE സീനിയർ സെക്കൻഡറി സ്കൂളിനകത്തേക്ക് പോകുന്നൊരു വഴിയാണ്. ദൂരെ നമുക്കതിൻ്റെ ബോർഡുകളും, ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റുന്നൊരു റോഡ് തന്നെയാണിത്. ഇതൊരു തോടോ അല്ലെങ്കിൽ ഒരു കുളമോ ഒഴിഞ്ഞ പറമ്പോ ഒന്നും തന്നെയല്ല. തൊട്ടടുത്ത് തന്നെ ഒരു തോടുണ്ട്. അപ്പോൾ ആ തോടിൽ വെള്ളം നിറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് റോഡിലേക്ക് കയറി. ഇതിനോട് ചേർന്നുള്ള റോഡിലേക്കും ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ അല്പം ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരിയ ഒരു ഇറക്കം വെള്ളത്തിനുണ്ട്. പക്ഷെ അതൊരു വളരെ പെട്ടെന്നുള്ളൊരു വെള്ളം ഇറങ്ങി പോകുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങളെന്നെല്ലാം ഇതിനെ കാണുന്നത്. ഇതൊരു തോടൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്, സാധാരണ രീതിയിൽ നടന്നു പോകാൻ വേണ്ടി പറ്റുന്ന ഒരു റോഡ് തന്നെയാണ്. എന്നാൽ കൂടി ഇപ്പോഴും വെള്ളം ഇങ്ങനെ നിൽക്കുന്നു. ആകാശം എങ്ങനെ കറുത്തിരിക്കുന്നോ അതോ മാനം ഇരുണ്ടിരിക്കുന്നോ തെളിഞ്ഞിരിക്കുന്നോ?
ഒരു സമ്മിശ്രമായിട്ടുള്ള, അതായത് പൂർണ്ണമായും ആകാശം തെളിഞ്ഞിട്ടില്ല. രാവിലെ 7 മണിയായി, ഒരു നല്ല സൂര്യപ്രകാശമൊക്കെ വരേണ്ട സമയമാണ്. പക്ഷേ സൂര്യൻ ഇപ്പോഴും ഉറക്കം ഉണർന്നില്ല എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആകാശമാണ് ഉള്ളത്. കാരണം ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം, ചെറിയ തോതിലൊരു ചാറ്റൽ മഴ, ഒരു 7 മണിയുടെ ഒരു അന്തരീക്ഷമല്ല നിലവിലുള്ളത്. സാധാരണ രീതിയിലൊരു സൂര്യപ്രകാശമൊക്കെ വരേണ്ടതാണ്. പക്ഷേ എന്തായാലും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണുള്ളത്. പക്ഷേ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നൊരു ഘട്ടത്തിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വെള്ളം ഇങ്ങനെ നിലനിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ഉച്ചയോടുകൂടിയൊക്കെ വെള്ളം അല്പം ഇറങ്ങിക്കഴിഞ്ഞ് മഴ പെയ്താലും വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു നിരീക്ഷണം കൂടി ഞാൻ നടത്തുകയാണ്. ഓക്കെ, അത് കൊള്ളാം. എന്തായാലും അർജുൻ കല്യാട് നേരത്തെ ഇലയിട്ടിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ സമയത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇങ്ങനെ പലതവണ ഒഴുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. കുട്ടിക്കാലത്ത് ചെറിയ പേപ്പറൊക്കെ മടക്കിയിട്ട് ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒഴുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പണ്ട് ശ്രമിച്ചിട്ടുണ്ടാവും. വീട്ടുകാർ വന്ന് പുറകിൽ തല്ലി ആ ഒരു കാലം ഉണ്ടല്ലോ, അതാണ് ഓർമ്മ വന്നത്. പക്ഷേ കണ്ണൂരിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. പക്ഷേ എന്നാലും എപ്പോൾ വേണമെങ്കിലും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. 2-3 ദിവസങ്ങളിൽ ഇനി തീവ്രമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയാണ്. അർജുൻ കല്യാട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ആ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ സാധിക്കും.